ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. സിംഹത്തിൻ്റെ കൂടെ ഒരു കുറുക്കനും. സിംഹം ബാക്കി ആഹാരം കഴിച്ച് തീർക്കാനും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും ഒക്കെ ആയിട്ടൊരു അസിസ്റ്റൻറ്റ്, അതായിരുന്നു കുറുക്കൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ജന്തുവിൻ്റെ പുറകെ ഓടിയ സിംഹം പൊട്ടക്കിണറ്റിൽ വീണു, കാലൊടിഞ്ഞു. കുറച്ച് ദിവസം കാലൊടിഞ്ഞ് കിടന്നു. ആഹാരം തേടാൻ പോകാൻ വയ്യ. അങ്ങനെ ക്ഷീണിച്ച് അവശനായിട്ട് സിംഹം ഇരിക്കുമ്പോൾ കുറുക്കൻ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് ഞാനും പട്ടിണിയാണ്, എൻ്റെ പൊന്ന് സിംഹമേ എന്നെ വിട്, ഞാൻ എൻ്റെ വഴിക്ക് പോയി വല്ല ചെറിയ ജന്തുക്കൾ ചെറിയ പ്രാണികളൊക്കെ പിടിച്ച് തിന്നോളാം, അല്ല നിങ്ങളോടെ കിടന്ന് എനിക്ക് ചാവാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം പറഞ്ഞു, അത് കുറുക്കാൻ നീ അങ്ങനെ പോകരുത്, കാരണം ഞാനും വിശന്ന് കിടക്കണം, ഇത്രയും കാലം നിന്നെ ഞാൻ ഫീഡ് ചെയ്തു അല്ലേ, എനിക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോവാതെ, നീ ഒരു കാര്യം ചെയ്യും, നീ ഗ്രാമത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ജന്തുവിനെ വളച്ച് നമ്മുടെ ഗുഹയുടെ അടുത്ത് കൊണ്ടുപോകാം, എൻ്റെ ഒരു ഏരിയയൊക്കെയാണ് ഒരു ചാട്ടമൊക്കെ ചാടിയാൽ മതി, ഞാൻ ഏറ്റവും അതിനെ കൊല്ലുന്ന കാര്യം, നീ ഒന്ന് ശ്രമിക്കുമെന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, അതൊരു ഐഡിയ ആണ്, ഞാൻ ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞ് കുറുക്കൻ നേരെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലേക്ക് പോയി. അവിടെ ഒരു തടിയൻ കഴുത പാവം നിന്ന് പുല്ല് മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ കുറുക്കൻ നേരെ പോയി കൊച്ചു വർത്താനം പറഞ്ഞു, എന്തൊക്കെയുണ്ട് കഴുത വിശേഷം, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു. കഴുത പറഞ്ഞു, കഷ്ടപ്പാടാണ്, ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല പുല്ലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നല്ല പണിയാണ്, ഇയാൾ ഒരുപാട് പണി തരുന്നുണ്ട്, ഉടമസ്ഥൻ ഇടയ്ക്കിടയ്ക്ക് അടിയും കിട്ടും, അങ്ങനെ ആകെ ജീവിതം വെറുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ കാട്ടിൽ വാ, അവിടെ നല്ല സുഖമാണ്, പണിയൊന്നും ചെയ്യേണ്ട, ഫ്രീ ശാപ്പാട്, രാജാവുണ്ട് സിംഹം, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ, നിന്നെ കൂടെ ചേർക്കാം നമ്മുടെ ഗ്യാങ്ങിൽ, അപ്പോൾ നിനക്ക് സുഖമായിട്ട് ഇങ്ങനെ അവിടെ കിടക്കാം, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, രാജാവ് പ്രൊട്ടക്ട് ചെയ്തോളൂ. അപ്പോൾ കഴുത പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യേണ്ട, നല്ല ഫുഡാണെങ്കിൽ ഞാൻ കൂടെ വരാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന് തന്നെ പൊക്കളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നേരെ കാട്ടിലേക്ക് പോയി. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ സിംഹം ഒളിച്ചിരിക്കുകയാണ്. ചാടി വന്ന് കഴുതയുടെ പുറത്തേക്ക് വീണു സിംഹം. പക്ഷേ കഴുതയുടെ നല്ല കാലത്തിന് കഴുത എങ്ങനെയോ കുതിറിച്ചാടി ഒരൊറ്റ ഓട്ടം, ജീവനും കൊണ്ട് ഓടിത്തള്ളി കളഞ്ഞു കഴുത പോയി കഴിഞ്ഞപ്പോൾ കുറുക്കന് ഭയങ്കര ദേഷ്യം വന്നു. ഈ പരിപാടിക്ക് ഞാനില്ല, കുറുക്കൻ പറഞ്ഞു. കഷ്ടപ്പെട്ട് വല്ലവിധവും സോപ്പിട്ട് അതിനെ കൊണ്ടുവന്ന് നിൽക്കുക, അതിനെപ്പോലും പിടിക്കാൻ പറ്റാത്ത സിംഹമേ, ഞാൻ പോവാണ്, എനിക്ക് വയ്യ. അപ്പോൾ സിംഹം പറഞ്ഞു, കുറച്ച് ദിവസം അനങ്ങാതിരുന്നതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവൊക്കെ ഉണ്ട്, നീ ഒന്ന് ക്ഷമിക്കുക, ഒരു പ്രാവശ്യം കൂടെ ഒന്നുകിൽ ആ കഴുതേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജന്തുവിനെ കൊണ്ട് ഇപ്രാവശ്യം എന്ത് വന്നാലും ഞാൻ പിടിക്കാം, പ്ലീസ് ഒരു പ്രാവശ്യം കൂടെ. കുറുക്കൻ പറഞ്ഞാൽ കുറേ കാലം എനിക്ക് ആഹാരം തന്നതല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാം, ഒന്നുകൂടെ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ വീണ്ടും പോയി. വേറെ ഏതെങ്കിലും ജന്തുവിനെ കിട്ടുമോ എന്നാലോചിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ അതേ കഴുത അതേ അതിർത്തിയിൽ ഉറച്ചുകൊണ്ട് നിൽക്കുകയാണ്, പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഇവിടെ എന്താ അവിടെ സംഭവിച്ചത്, എന്തോന്നും ഒരു ജന്തു എന്നെ പിടിക്കാൻ, സിംഹമാണോ നീ പറഞ്ഞ സിംഹമാണോ പിടിക്കാൻ വന്നത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, സിംഹം ഒരിക്കലല്ല, സിംഹമാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ പിടിച്ചനല്ലോ, നിനക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, നീ രക്ഷപ്പെട്ടില്ലേ, അപ്പോൾ സിംഹമല്ല വേറെ ഏതോ ചെറിയ ജന്തുക്കളോ അല്ലായിരിക്കും, അത് കുഴപ്പമില്ല, അത് ഞാൻ സിംഹത്തിനത് പറഞ്ഞിട്ടുണ്ട് കാര്യം, ഇനിയും നിന്നെ ആരും തൊടുവില്ല, അത് ഞാൻ ഏറ്റവും, നീ വാ. അയ്യോ ഞാൻ വരണില്ല, നീ വാ എന്ന് ധൈര്യമായിട്ട് തന്നെ സിംഹത്തിൻ്റെ അതെല്ലാം പറഞ്ഞ് ഇടപാടായിരിക്കും, ഇനി നിൻ്റെ കാര്യത്തിന് ഒരു പ്രശ്നമില്ല, ഞാൻ ഗ്യാരണ്ടി, എന്നാൽ പിന്നെ പോവാല്ലേ എന്ന് പറഞ്ഞ് കഴുത വീണ്ടും നമ്മുടെ കുറുക്കൻ്റെ പുറകെ പോയി. കഴിഞ്ഞ മണത്തപ്പോൾ ഗുഹയുടെ അവിടെ എത്തി, സിംഹം പതുങ്ങിയിരിക്കുകയായിരുന്നു. ഒറ്റ ചാട്ടത്തിന് സിംഹം വന്നു, ഇപ്രാവശ്യം പിഴച്ചില്ല, ഒറ്റയടി തലയിൽ. കഴുതയുടെ കച്ചവടം തീർന്നു, പാവം കഴുത ചത്തു. അത് കഴിഞ്ഞപ്പോൾ സിംഹത്തിന് ക്ഷീണമായി. സിംഹം പറഞ്ഞു, അയ്യോ തളർന്നു, എടുത്ത് ചാട്ടി, 2 ചാട്ടമായി, അപ്പം ഞാൻ താഴെ പുഴ വരെ ഒന്ന് പോയി കുളിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം, നീ അതുവരെ ഇതിനാരും തിന്നാൻ നോക്കിക്കോണം എന്ന് പറഞ്ഞ് താഴേക്ക് പോയി. കുറുക്കന് വിശപ്പ് സഹിക്കാൻ, കുറുക്കന് ഇത്രയും ദിവസമായിട്ട് കുറുക്കന് പട്ടിണിയാണല്ലോ. അപ്പോൾ അതൊക്കെ കുറുക്കൻ എന്ത് ചെയ്തു, കഴുതയുടെ തലച്ചോറങ്ങ് തിന്നു, വയറൊക്കെ നിറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുളിച്ച് കുറിയിട്ട് സിംഹം തിരിച്ചു. തലച്ചോറില്ല കഴുതയ്ക്ക്. തലച്ചോറോടെ പോയി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, തലച്ചോറില്ല. എടാ കഴുതയുടെ തലച്ചോറോടെ പോയെന്ന്. തലച്ചോറില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഈ കഴുതയ്ക്ക് തലച്ചോറില്ല. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ പോയി വിളിച്ചപ്പോൾ അവൻ വന്നു, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പിടിച്ചില്ല, അപ്പം തിരിച്ചു പോയി. വീണ്ടും ഞാൻ പോയി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നു. അങ്ങനെയുള്ള ഒരു കഴുതയ്ക്ക് തലച്ചോറുണ്ടോ? ബ്രെയിൻ ഇല്ല, ബ്രെയിൻലെസ് ഡോങ്കിയാണ് എൻ്റെ കൂടെ വന്നത്, അതുകൊണ്ടാണ് തലച്ചോറ് കാണാത്തത്. അപ്പോൾ സിംഹം ആലോചിച്ചു, അത് ശരിയാണല്ലോ, ഓക്കെ. സിംഹം ബാക്കി കഴുത തിന്നു, കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ കുറുക്കനും കൊടുത്തു. ഇതാണ് കഥ. കഥയുടെ ഗുണപാഠം എന്താണ്? സിംഹമല്ല, ആരായാലും ആഹാരം വെച്ചിട്ട് പോയാൽ വല്ലവരും എടുത്ത് കഴിക്കും എന്നാണോ? അല്ല. ഒരബദ്ധം പറ്റും, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരബദ്ധം പറ്റി കാണും. നമ്മളൊരു വേണ്ടപ്പെട്ട സുഹൃത്ത് പരിചയം കാണും, നമ്മളൊരു ബിസിനസ്സിൽ പോയി ചാടിക്കാണും, അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും ഒരബദ്ധമെങ്കിലും പറ്റും. അതേ അബദ്ധം നമ്മൾ വീണ്ടും ചെയ്താലോ? അതിന് അബദ്ധം എന്നല്ല, മണ്ടത്തരം എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ തല പോവും. അതാണ് കഥയിലെ ഗുണപാഠം. ഇനിയും മനോഹരമായ കഥകൾക്കായി ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ കഥകൾ ഉടൻ വരുന്നു.